ഒരു 10 വർഷം 15 വർഷം ബാക്കുള്ള വീടുകൾ വിൽപ്പനക്കുള്ള വീടുകൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മെയിൻ, നിങ്ങൾ ഈ ഒരു ഹൈറ്റ്, അതായത് ഇതിപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റാണ്, എപ്പോഴും കട്ടിളയുടെ ഹൈറ്റ് പരമാവധി കുറച്ച് കൂടുതലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു റീവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു ഹൈറ്റ് വളരെ താഴ്ചയാണെങ്കിൽ, ഇത് നല്ല താണിട്ടാണ് നിൽക്കുന്നതെങ്കിൽ റീവർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു കോസ്റ്റ്, എല്ലാ റൂമുകളിലും എല്ലാ ഏരിയകളിലും അതുപോലെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വലിയൊരു കോസ്റ്റ്, വാങ്ങുന്നതല്ലാതെ ആ വീടിന് വേണ്ടിയിട്ടുള്ള പണികൾ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് വലിയൊരു കോസ്റ്റ് ചിലവാകും. വേറൊരു കാര്യം എന്ന് പറയുന്നത് സീലിംഗിന്റെ ഹൈറ്റ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു 15 വർഷം ബാക്ക്, അതുപോലെ 25 വർഷം പഴക്കമുള്ള ഒരു വീട് നിങ്ങൾക്ക് വിൽപ്പനക്ക്, സ്ഥലവും വീടും വിൽപ്പനക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ ആളുകൾ കാണാം. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ വാങ്ങുമ്പോൾ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നിലവിലുള്ള ഇപ്പോഴത്തെ വീടുകൾ പോലെ ഹൈറ്റ് ഉണ്ടാവണം എന്നല്ല, എങ്കിലും ഒരു മിനിമൽ ആയിട്ടുള്ള ഹൈറ്റ് കീപ്പ് ചെയ്യുന്ന സീലിംഗ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പൊളിച്ച് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് ആ വീടൊന്ന് മാറ്റണം എന്നുണ്ടാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും വലിയ രീതിയിലുള്ള കോസ്റ്റും നിങ്ങൾക്ക് ചിലപ്പോൾ ആ വീടിൻ്റെ തന്നെ ഒരു കോസ്റ്റ് കൂടി ഒന്നും നിങ്ങൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ്.